വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് 43 കിലോമീറ്റർ അകലെയുള്ള വട്ടവട എന്ന പഞ്ചായത്തിലെ കോവിലൂർ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാർഷിക ഗ്രാമത്തിലേക്കാണ്. അങ്ങോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം KSRTCയിലാണ്. അല്പം വൈകിയതുകൊണ്ട് ഫ്രണ്ട് സീറ്റൊന്നും കിട്ടിയില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും സീറ്റ് പിടിച്ചാടുണ്ട്, സീറ്റിലിരുന്നിട്ട് ബാക്കി കാഴ്ചകൾ. കൃത്യം 9:30 മൂന്നാർ ടൗണിൽ നിന്ന് ബസ് എടുക്കുകയുണ്ട്. ബസ്സിലെ പാട്ട് വെച്ചില്ല, അപ്പോൾ ഓപ്പറേറ്റേഴ്സ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അപ്പോൾ ടൗണിൽ നിന്ന് 9:30 കേട്ടോ. അതിനിടയ്ക്ക് ഒരു കഥ സംഭവിച്ചു, അത് ഞാൻ എൻ്റെ യാത്രയിൽ പറയാം. ബസ് കിട്ടാതെ പോയേനെ, അത് ഞാൻ പറയാം, ഇടയ്ക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 9:30 ബസ് മറക്കേണ്ടത്. ടൗണിൽ നിന്ന് 9:30. നമ്മുടെ റൂട്ടെന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാട്ടുപ്പെട്ടി കുണ്ടള ഡാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എക്കോ പോയിൻ്റ് ആ ഭാഗമൊക്കെ ടോപ്പ് സ്റ്റേഷൻ, അങ്ങനെ വട്ടവട, അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കോവിലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട് കേട്ടോ. മൂന്നാറിൽ നിന്നും കോവിലൂരിലേക്ക് പോകുന്നതിന് 81 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. അപ്പുറത്ത് സമാന്തരമായി പോകുന്ന വഴി എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡ്, ആ വഴിയാണ്. അവിടെ ഒരു ലാൻഡ് സ്ലൈഡൊക്കെ നടന്നിരിക്കുന്ന ഒരു ഭാഗം കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ വഴി പോയ ഒരു ഡബിൾ ഡെക്കറിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കയറി കണ്ടരെ. ബസ് എന്തായാലും ഫുള്ളല്ല, സീറ്റുകളിലൊന്നും ആളുകളില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് ഇരിക്കാം. കുറച്ചായപ്പോഴേക്കും ഒട്ടും തിരക്കില്ലാത്തൊരവസ്ഥയായി ബസ്സിൽ. നമ്മളീ പോകുന്നത് മൂന്നാറിലെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊക്കെ വരുന്ന ഒരു സ്ഥലത്തൂടെ ആയതുകൊണ്ട് തന്നെ മുമ്പിൽ കൂടെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇട ദിവസമാണ് പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരക്ക് വരുന്ന ഒരു റൂട്ടാണ്, ഒരുപാട് ബ്ലോക്കൊക്കെ വരുന്ന ഒരു റൂട്ട് കൂടിയാണ് ഈ റൂട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇട ദിവസങ്ങൾ വരാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെത്തിരിക്കുന്നത് മൂന്നാറിലൊരു പ്രധാന ടൂറിസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഫോട്ടോ പോയിൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. അതുമാത്രമല്ല ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെയൊക്കെ ഒരു ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കുതിരസവാരി, അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിക്ക് ടൂറിസ്റ്റായിട്ട് വരുന്നതാണെങ്കിൽ ഈ ഒരു സ്ഥലം ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല നല്ല ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബസ് ഇത് ഇവിടെയൊക്കെ നിർത്തുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് വന്നു തുടങ്ങി. നമ്മൾ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ ബ്ലോക്കേ ഉള്ളൂ, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇപ്പോൾ നമ്മളെത്തിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് വെള്ളം തെറിച്ച് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. മൂന്നാറിലെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പിന്നെ ബോട്ടിങ്, ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിങ്ങിന് 15 മിനിറ്റത്തേക്ക് ഒരു 1 to 5 പേർക്കൊക്കെ 500 രൂപയും, പിന്നെ അരമണിക്കൂറിനൊക്കെ സ്പീഡ് ബോട്ടിനൊക്കെ 700 രൂപയും, കുതിരസവാരിക്ക് 50 രൂപയ്ക്കാണ് റേറ്റ് ആയിരുന്നത്. ഇനി വല്ല വ്യത്യാസം വന്നോന്ന് അറിയാൻ പാടില്ല. നല്ല ഭംഗിയുണ്ട് എന്തായാലും ഈ ഡാമിൻ്റെ ആ ഒരു റിസർവോയറും അതുപോലെ ആ ഒരു തേയിലത്തോട്ടവും പിന്നെ ആ മലകളും എല്ലാം കൂടി നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോവുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് പുൽത്തകിടികളൊക്കെ ഉള്ള അതിമനോഹരമായ പച്ചപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇതൊരു ഹൈടെക് ഡയറി ഫാം എന്ന് പറയുന്നൊരു ഫാമിന് വേണ്ടി, അവിടുത്തെ പശുക്കൾക്കൊക്കെ വേണ്ടി പുല്ല് വളർത്തി വെച്ചിരുന്നതാണ്. ഈ ഒരു ഭാഗത്തു കൂടി വരുമ്പോൾ ഒട്ടുമിക്കപ്പോഴും ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു പുൽത്തകിടിയുടെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നതാണ് മൂന്നാറിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള എക്കോ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം. അത് രാവിലെ തന്നെ ആയതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തിരക്കാവും, ഈ കടകളൊക്കെ ഓപ്പൺ ആവും, ബ്ലോക്കൊക്കെ നല്ല രീതിയിൽ വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. സഞ്ചാരികൾ കാത്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാണാം. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തിരക്കുള്ള കാഴ്ച കാണാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പല പല കടകളും ഇടവിട്ട് തുറന്നിട്ടുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ തന്നെ ചായക്കടകൾ, അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഉള്ളൊരു ഏരിയ കൂടിയാണ്. നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോൾ എന്തൊക്കെ കിട്ടുന്നോ അത്തരം സാധനങ്ങളൊക്കെ കിട്ടുന്ന വിശാലമായ രീതിയിൽ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഒരു എക്കോ പോയിൻറ്റിലേക്ക് എൻട്രൻസിൻ്റെ അവിടെയൊക്കെ കടകൾ തുറന്നിട്ടുണ്ട്. അവിടെ കെട്ടിടങ്ങളടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമ്മൾ എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേക്കാണ് കേട്ടോ.
എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ റേഷൻ കട അതുപോലെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയ എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ്. 4 വശത്തും ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കായിട്ട് ഗ്രാമത്തിൻ്റെ ഒരു വശത്തായിട്ട് കൃഷികളും പച്ചക്കറി കൃഷി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമം. എന്തായാലും നമ്മുടെ ഒരു യാത്ര തീർച്ചയായും എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഉണ്ടാകും. അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ പരിസരത്ത് തിരികെയാണ്. ഇവിടെയൊക്കെ വഴി അല്പം മോശമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുളുക്കുമലയൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആകെ കോട മൂടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ടോപ്പ് സ്റ്റേഷനിലെത്തി കേട്ടോ. നല്ല കോടയാണ്, ഒരു തെങ്ങയും കാണാൻ പറ്റില്ല. നമ്മുടെ ബസ് ഇപ്പോൾ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ വട്ടവട എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണാറുള്ള ഒരു ഗേറ്റ് ഉണ്ടല്ലോ, വെൽക്കം ബോർഡൊക്കെ ആയിട്ട്, വെൽക്കം വട്ടവട ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വെൽക്കം ബോർഡ്, അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. നമുക്ക് ഈ ഒരു ഗേറ്റ് എത്തുമ്പോഴേക്കും നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായെന്നുള്ളൊരു സൂചന മനസ്സിലാക്കി എത്തുന്നു തുടങ്ങും. ഇവിടെ ചെക്ക് പോസ്റ്റ് പൊക്കിയിട്ടുണ്ട്. ഇതാണ് ആ ഗേറ്റ്. ഇത് വിൻ്റർ വെജിറ്റബിൾ വിന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ ഒരു ഗേറ്റിലേക്ക് കിടക്കുകയാണ് നമ്മൾ ആ ഗേറ്റ് കിടക്കുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഇത് പാമ്പാടും ഷോലെ നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പോയി ഒരു പച്ച പുല്ലൊക്കെ നിറഞ്ഞൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തും. അവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഈ കാട് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത്. ഈ കോവിലൂർ വട്ടവടയൊക്കെ പോകുന്നവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഒരു പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടിയൊക്കെ വെച്ച് പിടിപ്പിച്ച മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഈ കാട്ടീനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ ആനയൊക്കെ വരാറുണ്ട്. കാട്ടിയാണ് ഏറ്റവും കൂടുതൽ കാണാറുണ്ടെന്ന് പറഞ്ഞത്. ആ മലമുകളിലൊക്കെ കോട മൂടി കിടക്കുന്നുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. അതുമാത്രമല്ല ഇവിടെ ഒരു ഫോറസ്റ്റ് എമ്യൂണിറ്റി സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇത് ഒരുപാട് സിനിമയിലൊക്കെ ലൊക്കേഷൻ അയക്കുന്ന ഒരു ഭാഗം കൂടിയാട്ടോ. ഒട്ടനവധി ഒരു കേസ് അന്വേഷണ സിനിമയ്ക്ക് അടുത്തിറങ്ങി ഇതിലൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ്. നല്ല രസമാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫുൾ പച്ചപ്പ്, അകലെ കോട, ഇങ്ങനെ പുല്ലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി ഒരു വ്യൂ ആണത്.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവട ഫോറസ്റ്റിലൂടെ കേട്ടോ. ഈ ഒരു കാഴ്ച നോക്കി എത്ര മനോഹരമാണെന്നുള്ളത്. ഇത് ഇനി പൈൻ മരമാണോ അതോ യൂക്കാലിസ് മരമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഈ വട്ടവടയൊക്കെ പോകുന്നവരുടെയൊക്കെ ഒരു സ്റ്റോറിയും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്നതാണ് ഇത്തരത്തിലുള്ള മരങ്ങൾക്ക് ഇടയിലൂടെയുള്ളൊരു യാത്ര. കുറച്ചുകൂടെ മുമ്പോട്ട് പോയ രണ്ട് വശങ്ങളിലായിട്ട് ഈ ഒരു മരങ്ങൾ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ബസ് ഇപ്പോൾ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാന്നൊരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പാമ്പാടി ഷോല നാഷണൽ പാർക്കിൻ്റെയൊക്കെ ഒരു കഴിഞ്ഞതിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ആയിരിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് സ്റ്റേകളൊക്കെ കാണുന്നുണ്ട്. അങ്ങകലെ മലനിരകളും അതുപോലെ തന്നെ നമ്മുടെ കോവിലൂരൊക്കെ എത്താറായിട്ടുണ്ട്. വട്ടവട ഭാഗമൊക്കെ ആയി. അപ്പോൾ ഇനി കോവിലൂരിലെ കാഴ്ചകളായിരിക്കും. തട്ടായിട്ടുള്ള കൃഷിയിടങ്ങൾ, മലനിരകൾ, മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഇനി കാഴ്ചയിൽ വരാൻ പോകുന്നത്. ഇവിടെ ഒട്ടനവധി സ്റ്റേകളും ഹോട്ടലുകളൊക്കെ ഒരുപാട് ഉണ്ട് ഇപ്പോൾ. അവിടെ ഇച്ചിരി അകലെയായിട്ട് ആ കൃഷിത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. ആ തട്ടായിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ കൃഷിത്തോട്ടങ്ങളാണ്. നമുക്കവിടെ ചെല്ലും തോറും അതിൻ്റെ ഒരു മനോഹാരിത കൂടി വരും. ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ ഒരു ഗ്രാമത്തിലാണ് ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കോവിലൂർ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ കൂടി കാണാൻ കഴിയും. നമ്മുടെ ബസ് ഇപ്പോൾ കോവിലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയുണ്ടോ. ആ ഗ്രാമത്തിലെ ഒരു വീടുകളൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് തട്ടായിട്ടുള്ള കൃഷിത്തോട്ടങ്ങൾ എത്ര മനോഹരമാണെന്ന് നോക്കി. താഴെയുള്ള കൃഷിത്തോട്ടങ്ങളും അതുപോലെ പല കളറിലുള്ള വീടുകളുടെ പെയിൻറ്റും അതൊക്കെ കൂടി കാണുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് ആ ഒരു കൃഷിത്തോട്ടങ്ങളിലേക്കൊക്കെ ഒന്ന് നടക്കാനും നമുക്ക് ഏതൊരു മനുഷ്യനും കാണുമ്പോൾ തന്നെ ഒരു ആഗ്രഹം തോന്നും. അപ്പോൾ നമ്മൾ കോവിലൂർ എത്തിയിട്ടുണ്ടോ. കോവിലൂർ എത്തി. ബസ് ഇവിടെ നിർത്തിയിട്ടു. ഞാനിന്ന് നോക്കട്ടെ ഇനി ഇവിടെ വല്ല ട്രക്കിങ് അങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പോകണം. ഇനിയിപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി പോയിട്ട് ഒരു വ്യൂ ഒക്കെ കാണാമല്ലോ. അവിടെ പോയി അങ്ങോട്ട് മാറിപ്പോയി നമുക്കൊരു വ്യൂ ഉണ്ട്, അത് നോക്കിയിട്ട് വരാം. നമ്മളാ ബസ് നിർത്തിയ സ്ഥലത്ത് തന്നെ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ നോക്കിയാൽ കുറച്ച് ആ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാം. കണ്ടോ, അവിടെ ഒരു കൃഷിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മാറി നോക്കി നോക്കട്ടെ കേട്ടോ. ഞാനെന്തായാലും ആ ഒരു ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങിപ്പോയാലൊന്നും ആലോചിക്കണേ. എന്തായാലും അവിടെ പോയി നടന്നു നോക്കട്ടെ. ഇതൊരു ഹൈറ്റിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായനല്ലേ. എന്നാലും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഭംഗി കിട്ടണില്ല. പിന്നെ പക്ഷേ ശരി ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പിൽ തട്ടി തിരിച്ചൊക്കെ കാണാം. ചിലപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് കിടക്കണോണ്ടായിരിക്കും ആ ഒരു തട്ടി തിരിച്ച് കാണാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ അവിടെയൊക്കെ പച്ച കളർ ഇങ്ങനെ തട്ടായിരുന്നു. ഇങ്ങനത്തെ ഭംഗിയായിരുന്നു അല്ലേ. അത് ഇടയ്ക്കൊക്കെ അവിടെ കൃഷി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്. ഒരു ഓഫ് റോഡ് ജീപ്പ് വരുന്ന കയറുമെന്ന് കണ്ടോ. സൂപ്പറല്ലേ. ഓ
ഇവിടെ ചെല്ലുമ്പോൾ സൂപ്പറാട്ടോ, നല്ല വ്യൂ ആണ്. ഈ തിരിച്ചു പോകാൻ ബസ് ഉണ്ടായിരുന്നു. ഇത് കിടലം വ്യൂ ആണ്. ഇവിടെ എന്തോ ചെറുത് നട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഉണ്ടോ, ഇവിടെ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയേ, സൂപ്പറല്ലേ. ഇവിടെയൊക്കെ സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ എന്തായിരിക്കും നോക്കിയേ, പൊളിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോവിലൂർ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാർഷിക ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടേക്ക് വന്ന KSRTC ബസ്സിൽ വന്ന യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾക്കായാലും ചെറിയ നിസ്സാര പൈസയ്ക്ക് നമുക്ക് ഈ ഒരു കാഴ്ചകൾ കാണാവുന്നതാണ്. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്. ബൈ.